നമസ്കാരം. ടി ടാരറ്റ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസണേറ്റ് ആവണമെന്നില്ല. റെസണേറ്റ് ആവുന്നവരത് സ്വീകരിക്കുക, അല്ലാത്തവരത് വിട്ടുകളയുക. നിങ്ങൾക്ക് വളരെയേറെ തടസ്സങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിരുന്ന ഒരു സമയമാണ് കടന്നുപോയത്. നിങ്ങൾ ഒരുപാട് പ്രതീക്ഷയോടെ നിന്ന സമയത്ത് നിങ്ങൾക്ക് കുറേയേറെ തടസ്സങ്ങൾ വന്നു. കോൺഫ്ലിക്റ്റുകളുണ്ടായി. കരിയറിലാണെങ്കിലും എല്ലാ തരത്തിലും ഒരു തടസ്സം, ബന്ധങ്ങളിലും എല്ലാം വേദനാജനകമായ അനുഭവങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒരുപാട് പ്രതീക്ഷയോടെ നിന്ന ഒരു സമയത്താണ് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്ന കാര്യങ്ങളൊക്കെയാണ് മുടങ്ങിപ്പോയതും വേദനിച്ചതും ഒക്കെ. മറ്റുള്ളവരാൽ നിങ്ങൾക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ടായി. എന്നാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പലതും ത്യജിച്ചു, നീക്കിവെച്ചു. പല കാര്യങ്ങളും ചെയ്യാനിരുന്നതൊക്കെ മാറ്റിവെച്ചു. അങ്ങനെ മുന്നോട്ട് പോയ വ്യക്തിയാണ് നിങ്ങൾ. ഒത്തിരി ത്യാഗം സഹിച്ചിരുന്നു. വേദനകളും വിഷമങ്ങളും ത്യാഗങ്ങളും അങ്ങനെ ഒരു വലിയ പരമ്പര തന്നെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്നത് കാര്യങ്ങളാണ് ഇനി നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ ആ വേദനകളും വിഷമങ്ങളും ഒക്കെ മാറി നിങ്ങൾക്ക് ഒരു നല്ല ഉയർത്തെഴുന്നേൽപ്പ്, ജീവിതത്തിൽ ഒരു നല്ല സമയം വരാൻ പോവുകയാണ്. നിങ്ങൾക്ക് കഴിഞ്ഞ കാലഘട്ടത്തെ വേദനകൾ കാരണം സാമ്പത്തികപരമായിട്ട് വളരെയധികം ബ്ലോക്കുകൾ ഉണ്ടായിട്ടുണ്ട്. സാമ്പത്തിക ക്ലേശങ്ങൾ വളരെയധികം അനുഭവിക്കേണ്ടി വന്നു. ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വന്നു. എന്നാൽ ഇനി അങ്ങോട്ട് നിങ്ങൾ ചെയ്യുന്ന ജോലിക്കും എല്ലാ കാര്യത്തിലും നല്ല ഉയർച്ചയും സാമ്പത്തികമായിട്ടുള്ള മെച്ചപ്പെടലുകളും ധനപരമായിട്ട് ധാരാളം സമ്പാദിക്കാനും അത് വരുന്ന തലമുറയ്ക്കായിട്ട് ചേർത്ത് വയ്ക്കാനും ഒക്കെ ഉള്ളൊരു യോഗം ഇതിൽ കാണുന്നുണ്ട്. നിങ്ങൾ വളരെ നല്ലൊരു മൈൻഡ് സെറ്റുള്ള വ്യക്തിയാണ്. കുറച്ച് നല്ല രീതിയിൽ ചിന്തിക്കും. നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള ശേഷി നിങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ പ്രശ്നങ്ങളിലൊക്കെ പിടിച്ചു നിന്നത്. അങ്ങനെ തന്നെ ധീരമായിട്ട് മുന്നോട്ട് പോവുക എന്നാണ് കാർഡ്സ് ഇവിടെ നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ എല്ലാ വ്യസനങ്ങളും ഇതോടെ അവസാനിച്ച് നല്ലൊരു സമയത്തിലേക്ക് നിങ്ങൾ മാറുകയാണ്. നിങ്ങൾ വളരെയേറെ സമ്പാദിക്കുമെന്നും അത് മറ്റുള്ളവർ കൂടി ഉപകാരപ്പെടുന്ന വിധത്തിൽ ഷെയർ ചെയ്യുന്നതും ഒക്കെയാണ് കാർഡ്സ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ തീർച്ചയായും മറ്റുള്ളവരെ സഹായിക്കും. നിങ്ങളുടെ മനസ്സിൽ അതുണ്ട്. നിങ്ങൾക്കങ്ങനെ വീണ്ടും ചെയ്യാനാകും. നിങ്ങൾ നല്ലൊരു വ്യക്തിയാണ്. നിങ്ങളുടെ തൊഴിലിടത്ത് നല്ല ഒരു ഉയർച്ച കാണുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾ മറക്കേണ്ടതുണ്ട്, ഹീല് ചെയ്യേണ്ടതുണ്ട്. മനസ്സിന് നല്ല ഒരു അനുഭവത്തിലേക്ക് പോകണമെങ്കിൽ മനസ്സിലെ പഴയ കാര്യങ്ങളെല്ലാം വിട്ട് മനസ്സിനെ ഒന്ന് റീഫ്രഷ് ചെയ്യണം, ഒന്ന് ഹീല് ചെയ്ത് എടുക്കേണ്ടതുണ്ട്. അതുവഴിയാണ് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരിക. നിങ്ങൾ തീർച്ചയായിട്ടും അതിനുള്ള മെഡിറ്റേഷൻസ്, പ്രാർത്ഥനകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ചെയ്യേണ്ടതുണ്ട്. അതിൽ നിന്നൊരിക്കലും വിട്ടുപോകരുത്. നിങ്ങൾ മുന്നോട്ട് പോവുക, പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോവുക. നിങ്ങൾ മെഡിറ്റേഷൻസോ പ്രാർത്ഥന, പിന്നെ നിങ്ങൾ ഏതെങ്കിലും ആരാധനാലയങ്ങൾ സന്ദർശിക്കുക, അവിടെ കുറച്ച് സമയം ചെലവഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പഴയ ആ മൈൻഡ് സെറ്റൊക്കെ മാറി ഒന്ന് റീഫ്രഷായി എല്ലാം ശരിയായി വരും. പിന്നെ ഈ കാർഡ്സിൽ പറഞ്ഞിരിക്കുന്ന പോലെ നല്ലൊരു ഉയർച്ചയാവും ഉണ്ടാകുക. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകുകയും എല്ലാ കാര്യത്തിലും ഒരു ഉയർച്ചയും വരുമാന മെച്ചവും ഒക്കെ വരും. നിങ്ങൾ ഇനി അങ്ങോട്ട് മാറാൻ പോവുകയാണ്. അതിനുള്ള സൂചനകളെല്ലാം കാർഡ്സ് തരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക. എല്ലാം പ്രപഞ്ച നിശ്ചയമാണെന്ന് കരുതുക. വേദനകളൊക്കെ മറക്കുക. എല്ലാം വന്നു ചേരട്ടെ. നന്മകളുണ്ടാവട്ടെ. എൻ്റെ ഈ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.